Hello everyone, welcome back to our 31-day English fluency course. This is week 2, and in this week we mainly focus on tenses and helping verbs. Today is day 8 and we are going to learn a very important grammar topic, that is simple present tense. പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും 31-day ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കോഴ്സ് 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സ്പെഷ്യലി ഹബിച്വൽ ആക്ഷൻസ്, അതിനെക്കുറിച്ചാണ് പഠിക്കുക. By the end of this class, you will be able to talk about your daily habits. You can write positive, negative and question sentences and speak confidently in English. So get your notebook and pen ready. Let's begin. Understand the uses of simple present tense. Simple present tense is used to express what is happening now. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദെൻ ഹബിച്വൽ ആക്ഷൻ, ദാറ്റ് ഈസ് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ യൂസ് ടു എക്സ്പ്രസ് ഡെയിലി റൊട്ടീൻസ്, നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദെൻ ടോക്ക് അബൌട്ട് ജനറൽ ട്രൂത്ത്സ്, സാമാന്യ സത്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. നൗ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 5 AM എവരി ഡേ. അവൾ എല്ലാ രാവിലെയും പാല് കുടിക്കും. ഷി ഡ്രിങ്ക്സ് മിൽക്ക് എവരി മോർണിംഗ്. അവർ ഞായറാഴ്ചകളിൽ ഫുട്ബോൾ കളിക്കും. അത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദേ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേസ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ദിസ് വീഡിയോ വി മെയിൻലി ഫോക്കസ് ഓൺ ദി ഹബിച്വൽ ആക്ഷൻസ്, അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക. ഹബിച്വൽ ആക്ഷൻസ് ആർ തിങ്സ് വി ഡു റെഗുലർലി. നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഹബിച്വൽ ആക്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം പല്ല് തേക്കും. ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. ഷി ഗോസ് ടു ചർച്ച് എവരി സൺഡേ. ദീസ് ആർ ദ ഹാബിച്വൽ ആക്ഷൻസ് that we do regularly. അപ്പോൾ ഇത്തരം വാചകങ്ങൾ എങ്ങനെ നിർമ്മിക്കാം, അത് എത്ര വിധത്തിലുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുക. Here we can see the various forms of sentence. There are positive form, negative form and question form. There are 3 different forms of sentence: positive form of sentence, negative form of sentence, and the last one is question form. So let us discuss each one separately. So start with positive form. ആദ്യത്തെ ഫോം, എല്ലാ സെൻറ്റൻസുകളും ആദ്യ രൂപത്തെ കാണപ്പെടുക പോസിറ്റീവ് ഫോമിലായിരിക്കും. അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് B1 which may include S or ES or IES plus object. ഇപ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവും, അതിനോടൊപ്പം വെർബ്, V1 ഫോം ഓഫ് ദി വെർബ്, വെർബിൻ്റെ ബേസ് ഫോം ഉണ്ടായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, നമ്മൾ എസ്, ES, IES ഒക്കെ വെർബിനൊപ്പം ചേർക്കും. ദെൻ ഒബ്ജക്റ്റ് കൂടി ചേർക്കും. ഐ, യു, വി, ദേ ഇത്തരം പ്ലൂറൽ സബ്ജക്റ്റുകളാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ വെർബിനൊപ്പം എസ്, ES, IES ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഗോ എന്ന് പറയുന്ന വെർബിനൊപ്പം ഐ, യു, വി, ദേ ഇവയൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും ആ വാചകം പറയുക? ഐ ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നു, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നമ്മൾ സ്കൂളിൽ പോകുന്നു, അവർ സ്കൂളിൽ പോകുന്നു. ഇനി രണ്ടാമത്തെ, അതായത് ഇഫ് ഇറ്റ് ഈസ് തേർഡ് പേഴ്സൺ സിംഗുലർ,
ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് ഒക്കെ വരികയാണെങ്കിൽ ഗോ എന്ന് പറയുന്ന വെർബിനൊപ്പം അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദി വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ IES കൂടി ചേർക്കണം. ഫോർ എക്സാമ്പിൾ ഹി ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു. ഹി സിംഗുലർ ആയതുകൊണ്ട് തന്നെ വെർബിനൊപ്പം ES ചേർത്തിരിക്കുന്നു. ഹി ഗോസ് ടു സ്കൂൾ, ഷീ ഗോസ് ടു സ്കൂൾ. Now the second form of sentence is negative form. ഇപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി സബ്ജക്റ്റ് കഴിഞ്ഞ് ഡു അല്ലെങ്കിൽ ഡസ് ചേർത്ത് അതിനോടൊപ്പം ഒരു നോട്ട് കൂടി ചേർക്കുക. ദെൻ V1 ഫോം ഓഫ് ദി വെർബ്, ദെൻ ഒബ്ജക്റ്റ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫോം ആക്കാൻ വേണ്ടി ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം, അതിനോടൊപ്പം ഒരു നോട്ട് കൂടി ചേർക്കണം. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. I, you, we, they ഇത്തരം പ്ലൂറൽ സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ ഡു ആണ് അതിനോടൊപ്പം ചേർക്കേണ്ടത്. അപ്പോൾ ഡു പ്ലസ് നോട്ട്, നമുക്ക് ഡു നോട്ട് എന്ന് പറയാം, ചുരുക്കരൂപത്തിൽ ഡോണ്ട് എന്നും പറയാം. അപ്പോൾ വെർബ് ഗോ തന്നെയാണെങ്കിൽ നമുക്ക് ആ വാചകം എങ്ങനെ പറയാം? I don't go to school, you don't go to school, we don't go to school. I don't go to school, ഞാൻ സ്കൂളിൽ പോകുന്നില്ല, നീ സ്കൂളിൽ പോകുന്നില്ല, നമ്മൾ സ്കൂളിൽ പോകുന്നില്ല. They don't go to school, അവർ സ്കൂളിൽ പോകുന്നില്ല. ഇനി ഹി ഷീ ഇറ്റ് എന്നിവയാണെങ്കിൽ ഡസ് ആണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ ഡസ് ആണ് ചേർക്കേണ്ടത്. ഡസ്സിനൊപ്പം നോട്ട് കൂടി ചേരുമ്പോൾ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിൻറ്റ് എന്ന് പറയും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വെർബിൻ്റെ ആദ്യ രൂപം, അങ്ങനെ ഉള്ള ഒരു വാചകം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹി ഡസിൻറ്റ്, അത് കഴിഞ്ഞിട്ട് വെർബ് എഴുതുമ്പോൾ അതിനൊപ്പം എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഡസ്സിൽ എസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ES ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അത് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹി ഡസിൻ ഗോ ടു സ്കൂൾ എന്ന് എഴുതിയാൽ മതി. ഷി ഡസിൻ ഗോ ടു സ്കൂൾ. നൗ മൂവ് ടു ദി ക്വസ്റ്റ്യൻ ഫോം. ഇപ്പോൾ മൂന്നാമത്തെ രൂപത്തിലേക്ക് സെൻറ്റൻസിനെ ആക്കുന്നത് ക്വസ്റ്റ്യൻ രൂപത്തിലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഇവിടെ സഹായ ക്രിയ എന്ന് പറയുന്നത് ഡു അല്ലെങ്കിൽ ഡസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ബാക്കിയെല്ലാം അതുപോലെ നമുക്ക് എഴുതാം. ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഡു എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. I, you, we, they അവയ്ക്കൊക്കെ മുമ്പിലാണ് ഡു ഉപയോഗിക്കുക. അപ്പോൾ വെർബ് ഗോ തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യം എങ്ങനെ ഉണ്ടാകാം? അപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ കണ്ടത് യു ഗോ ടു സ്കൂൾ എന്നായിരുന്നു, അല്ലെങ്കിൽ I ഗോ ടു സ്കൂൾ എന്നായിരുന്നു. അപ്പം ആ യു എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുമ്പിലേക്ക് നമ്മളിവിടെ ഓക്സിലറി വെർബായിട്ടുള്ള ഡു കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് ചെയ്യാം? ഡു യു ഗോ ടു സ്കൂൾ. ദെൻ സെക്കൻഡ് വൺ, വി ആണെങ്കിലോ ഡു വി ഗോ ടു സ്കൂൾ. ദേ ആണെങ്കിൽ ഡു ദേ ഗോ ടു സ്കൂൾ. ഇനി ഡസ് ആണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരുന്നത്, വേർഡായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു, അതായത് ഹി ഷീ ഇറ്റ് ഇവ വരുമ്പോൾ ഡസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ആ ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കേണ്ടത്? ഡസ് ഹി ഗോ ടു സ്കൂൾ. അപ്പോൾ ഡസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വെർബിനൊപ്പം എസ്, ES, IES ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡസ് ഹി ഗോ ടു സ്കൂൾ, ഡസ് ഷീ ഗോ ടു സ്കൂൾ. ഹിയർ വി ക്യാൻ see positive form, negative form and question form in one table. Here we take 10 sentences. It's positive form, negative form and question forms. First example, he goes to school by bus. ഇപ്പോൾ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വെർബായിട്ടുള്ള ഗോയ്ക്കൊപ്പം ES ചേർത്തിരിക്കുന്നു. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഹി ആയതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നു, അതിനൊപ്പം നോട്ട് കൂടി ചേർത്ത് ആ വാചകം പൂർത്തിയാക്കുന്നു. ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇനി ചോദ്യരൂപം ഉണ്ടാക്കാൻ വേണ്ടി സബ്ജക്റ്റ് ആയിട്ടുള്ള ഹീക്ക് മുമ്പിലേക്ക് ഡസ് കൊണ്ടുവരുന്നു.
ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ ബസ്. ബാക്കിയെല്ലാം അതേപടി തന്നെ നിലനിർത്തുന്നു. ദേ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേയ്സ്. അപ്പോൾ ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേണ്ടത് നെഗറ്റീവ് ആക്കാൻ ഡു നോട്ട് എന്നാണ്, ഡു ആണ് വേണ്ടത്. ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു ആണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ആദ്യത്തെ തുടങ്ങുന്ന ഫസ്റ്റ് ഭാഗത്തിൽ വരിക. ഡു ദേ പ്ലേ ഫുട്ബോൾ ഓൺ സൺഡേയ്സ്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവരി ഡേ. ഇവിടെ ഐ എന്നുള്ളത് പ്ലൂറൽ ഫോമിലാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു ആണ് ചേർക്കേണ്ടത്. ഐ ഡു നോട്ട് റീഡ് ദ ന്യൂസ് പേപ്പർ എവരി ഡേ. ഡു ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവരി ഡേ. വി വാച്ച് ടെലിവിഷൻ അറ്റ് നൈറ്റ്. ഇപ്പോൾ വി എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡു ആണ് ചേർക്കുക. വി ഡു നോട്ട് വാച്ച് ടെലിവിഷൻ അറ്റ് നൈറ്റ്. ഡു വി വാച്ച് ടെലിവിഷൻ അറ്റ് നൈറ്റ്? മൈ മദർ കുക്സ് ഡെലീഷ്യസ് ഫുഡ്. ഇവിടെ മൈ മദർ എന്നുള്ളതൊരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഡസ് നോട്ടാണ് ചേർക്കേണ്ടത്. മൈ മദർ ഡസ് നോട്ട് കുക്ക് ഡെലീഷ്യസ് ഫുഡ്. ഡസ് മൈ മദർ കുക്ക് ഡെലീഷ്യസ് ഫുഡ്? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഇപ്പോൾ സൺ എന്നുള്ളത് സിംഗുലർ ആണ്, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡസ് നോട്ടാണ് ചേർക്കേണ്ടത്. ദ സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദി ഈസ്റ്റ്. ഡസ് ദ സൺ റൈസ് ഇൻ ദി ഈസ്റ്റ്? അപ്പോൾ അവിടെ ദ സൺ എന്നുള്ളത് അത് തന്നെ അതേപടി തന്നെ നിലനിർത്തണം. ജോൺ സ്റ്റഡീസ് ഇംഗ്ലീഷ് എവരി ഈവനിങ്. ജോൺ ഡസ് നോട്ട്, ജോൺ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ചേർക്കുക. ജോൺ ഡസ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഈവനിങ്. ഡസ് ജോൺ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഈവനിങ്? ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ്. ബേർഡ്സ് എന്നാണ് പറഞ്ഞത്, അപ്പം പ്ലൂറലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡു നോട്ട് ആണ് ചേർക്കേണ്ടത്. ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെറ്റ്സ് ഇൻ ട്രീസ്. ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ്? ദ ടീച്ചർ ചെക്സ് അവർ ഹോംവർക്ക് ഡെയിലി. ഇപ്പോൾ ടീച്ചർ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡസ് നോട്ടാണ് ചേർക്കേണ്ടത്. ദ ടീച്ചർ ഡസ് നോട്ട് ചെക്ക് അവർ ഹോംവർക്ക് ഡെയിലി. ഡസ് ദ ടീച്ചർ ചെക്ക് അവർ ഹോംവർക്ക് ഡെയിലി? ഇപ്പോൾ ഇത്രയുമാണ് പോസിറ്റീവ് ഫോം, നെഗറ്റീവ് ഫോം ആൻഡ് ക്വസ്റ്റ്യൻ ഫോമിലുള്ള സെൻറ്റൻസിൻ്റെ വേർഷൻസ്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോംസ്. ഷി ഡ്രിങ്ക്സ് മിൽക്ക് എവരി മോർണിംഗ്. അതിനെ നമ്മൾ നെഗറ്റീവിലേക്ക് ആക്കുമ്പോൾ ഡസ് നോട്ട് ചേർക്കുന്നു. ഇനി പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് ചേർക്കുന്നു. ഷി ഡസ് നോട്ട് ഡ്രിങ്ക് മിൽക്ക് എവരി മോർണിംഗ്. നോക്കൂ, അവിടെ ഡസ് നോട്ടിന് ശേഷം ആ ബാക്കി സബ്ജക്റ്റിന് ശേഷമുള്ള അതേ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഷി ഡസ് നോട്ട് ഡ്രിങ്ക് മിൽക്ക് എവരി മോർണിംഗ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ഡസ്സിനെ ആദ്യം കൊണ്ടുവരും, ഷീക്ക് മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഡസ് ഷീ, ബാക്കി അതേപടി എഴുതിയിരിക്കുന്നു. ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് എവരി മോർണിംഗ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡുകൾ എപ്പോഴും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അവസാനം ഒരു ചോദ്യചിഹ്നം ഇടാൻ മറക്കരുത്. അത് മറന്നു കഴിഞ്ഞാൽ അത് വെറും ഒരു വാചകമായിട്ട് അവശേഷിക്കും. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ, ദേ പ്ലേ ഫുട്ബോൾ എവരി മോർണിംഗ്. ദാറ്റ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഡു നോട്ട് ആണ് ചേർക്കേണ്ടത്. ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. ഇനി അവിടെ ചോദ്യ വാചകമായിട്ട് ഡു ആണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. ഡു ദേ, ബാക്കി നോട്ട് ചേർക്കേണ്ടതില്ല, ബാക്കി ഭാഗങ്ങൾ. ഡു ദേ പ്ലേ ഫുട്ബോൾ every evening. Now we move to the practice session. Here you have 5 questions. So choose the correct form of the verb from the bracket. First question, I dash wake or wakes up early every day. അപ്പോൾ ഐക്കൊപ്പം വെയ്ക്ക് ആണോ വെയ്ക്സ് ആണോ വരുന്നതെന്ന് നോക്കി ആൻസർ ചെയ്യുക. ഷീ ഡാഷ് ഡ്രിങ്ക് ഓർ ഡ്രിങ്ക്സ് മിൽക്ക് എവരി മോർണിംഗ്. ഇപ്പോൾ ഷീ വരുമ്പോൾ ഡ്രിങ്ക് ആണോ ഡ്രിങ്ക്സ് ആണോ വരുന്നതെന്ന് നോക്കുക. തേർഡ് വൺ, ദേ ഡാഷ് പ്ലേ ഓർ പ്ലേസ് ഫുട്ബോൾ എവരി മോർണിംഗ്. അപ്പോൾ ദേ വരുമ്പോൾ പ്ലേ ആണോ പ്ലേസ് ആണോ. ഫോർത്ത് വൺ, he dash
സ്റ്റഡി ഓർ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഡെയിലി. അപ്പോൾ ഹീക്ക് ശേഷം സ്റ്റഡി ആണോ സ്റ്റഡീസ് ആണോ ചേർക്കേണ്ടത്. ദെൻ ഫിഫ്ത്ത് വൺ, വി ഗോ ഓർ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ വി വരുമ്പോൾ ഗോ ആണോ ഗോസ് ആണോ. ആൻസറുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വരുമ്പോൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെർബിനൊപ്പം എസും ഇ എസും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം നമുക്ക് കിട്ടി ഐ വേക്ക് അപ്പ് എയർലി എവരി ഡേ. സെക്കൻഡ് വൺ, ഷീ. അപ്പോൾ ഷീ എന്ന് കേൾക്കുമ്പം തന്നെ നമുക്കറിയാം വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഷീ ഡ്രിങ്ക്സ് മിൽക്ക് എവരി മോർണിംഗ്. തേർഡ് വൺ, ദൈ എന്നുള്ളത് ഒന്നിലധികം പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നർത്ഥമാണ്. അപ്പോൾ അത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവിടെ എസ് ചേർക്കേണ്ടതില്ല എന്നും ഓർക്കുക. അപ്പോൾ ആൻസർ ഏതാണ്? ദൈ പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. ഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ ഐ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഇവിടെ സ്റ്റഡി എന്നുള്ളത് വൈ ആയതുകൊണ്ട് അവസാനം വൈ വരുമ്പോൾ അതിന് ശേഷം ആ ഒരു വവൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈ മാറി ഐ ഇ എസ് എന്ന് ചേർക്കുന്നു. ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് ഡെയിലി. ദെൻ വി ആയതുകൊണ്ട് തന്നെ അത് പ്ലൂറലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിനൊപ്പം എസും ഇ എസും ഒന്നും ചേർക്കേണ്ടതില്ല. വി ഗോ ടു സ്കൂൾ ബൈ ബസ്. ദീസ് ആർ ദി ആൻസേഴ്സ്. ദെൻ സെക്കൻഡ് worksheet. Here you have to change this positive sentence into negative sentence. One example is for you. She reads books every day. She reads books every day. അതിനെ നമ്മൾ നെഗറ്റീവിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഷീ ഡസ് നോട്ട് റീഡ് ബുക്സ് എവരി ഡേ. അപ്പോൾ ഷീ ആയതുകൊണ്ട് ഡസ് നോട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഹി ഷീ ഇറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു ഡസ് നോട്ടാണ്. പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഐ വി യു ദേ ഒക്കെ ആണെങ്കിൽ ഡു നോട്ടും ചേർക്കണം. അപ്പോൾ ഈ സെൻറ്റൻസിനെ നിങ്ങളൊന്ന് നെഗറ്റീവ് ആക്കുക. ഐ വേക്ക് അപ്പ് അറ്റ് 5 AM എവരി ഡേ. അതിനെ നെഗറ്റീവ് ആക്കുന്നത് പ്രകാരമായിരിക്കും. ഐ ഡു നോട്ട് വേക്ക് അപ്പ് അറ്റ് 5 AM എവരി ഡേ. ദെൻ സെക്കൻഡ് വൺ, ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. അപ്പോൾ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡസ് ആണ് ചേർക്കേണ്ടത്, ഡസ് നോട്ടാണ്. ഹി ഡസ് നോട്ട് ഡ്രിങ്ക്. ഡ്രിങ്ക്സ് പിന്നെ ആവർത്തിക്കേണ്ടതില്ല, എസ് ആവർത്തിക്കേണ്ടതില്ല. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവരി മോർണിംഗ്. തേർഡ് വൺ, ദേ പ്ലേ ക്രിക്കറ്റ് ആഫ്റ്റർ സ്കൂൾ. അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് ആഫ്റ്റർ സ്കൂൾ. ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഡെയിലി. അതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഡസ് നോട്ട് ചേർക്കുക. ഷീ ഡസ് നോട്ട് സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഷീ ഡസ് നോട്ട് സ്റ്റഡീസ് എന്ന് വേണ്ട, ഷീ ഡസ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് ഡെയിലി. ദെൻ ഫിഫ്ത്ത് വൺ, വി ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്. അപ്പോൾ അവിടെ വി എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഡു നോട്ടാണ് ചേർക്കേണ്ടത്. വി ഡു നോട്ട് ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്. Last practice sheet. Here you have to change the positive sentence into question form. First sentence, for example, he goes to school by bus. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോമിലേക്കാക്കണം. അപ്പോൾ ഗോസ്, അപ്പോൾ അവിടെ നമ്മൾ ഊഹിക്കുക അവിടെ എന്തുണ്ട്? ഒരു ഡസ് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഡസ് അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ അവിടെ ഡസ് ഉണ്ട്. അപ്പോൾ ആ ഡസ് ഉപയോഗിച്ചാണ് അവിടെ ക്വസ്റ്റ്യൻ നിർമ്മിക്കേണ്ടത്. ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ ബസ്. പിന്നെയും ഗോസ് എന്ന് പറയേണ്ടതില്ല, ഡസ് ഉള്ളത് കൊണ്ട്. ഇനി സെക്കൻഡ് വൺ, ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവരി ഡേ. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് എങ്ങനെ ചോദ്യരൂപത്തിലേക്ക് ആക്കാം? അപ്പോൾ നോക്കൂ, അവിടെ ഐ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരേണ്ടത് ഡു ആയിരിക്കും. അപ്പം ഡു ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ നിർമ്മിക്കേണ്ടത്. ഡു ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവരി ഡേ.
ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഇപ്പോൾ ഷീ എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് അവിടെ വേണ്ടത് ഡസ് ആണ്. അപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കണം? ഡസ് ഷീ സിങ് ബ്യൂട്ടിഫുള്ളി. പണ്ടുകാലത്ത് ഈ സിങ്സ് എന്നുള്ളത് എഴുതുമ്പോൾ ഡസ് പ്ലസ് സിങ് എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഷീ ഡസ് സിങ് ബ്യൂട്ടിഫുള്ളി എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഡസ് ഒന്നുകൂടെ മാറ്റി ആ വാചകം ഒന്നുകൂടെ ഷോർട്ടൻ ചെയ്തപ്പോഴാണ് ഷീ സിങ്സ് എന്ന്. അപ്പോൾ ആ എസ് എന്ത് ചെയ്തു? ഡസിൻ്റെ എസ് ആ സിങ്ങിനോടൊപ്പം ചേർത്തു. അപ്പോൾ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ അവിടെ ഒരു ഡസ് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. ഡസ് ഷീ സിങ് ബ്യൂട്ടിഫുള്ളി. ദേ പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. അപ്പോൾ ദേ കഴിഞ്ഞ് അവിടെ ഒളിച്ചിരിക്കുന്നവൻ ഡു ആണ് അല്ലേ? ദേ ഡു പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. അതായിരുന്നു പണ്ട് കാലത്തെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഡു ആദ്യം കൊണ്ടിരുന്നു. ഡു ദേ പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. ദെൻ ഫോർത്ത് വൺ, ഹി വാച്ചസ് TV അറ്റ് നൈറ്റ്. അപ്പോൾ അവിടെയും ഒരു ഡസ് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡസ് ഹി വാച്ച് TV അറ്റ് നൈറ്റ്. വി അറ്റൻഡ് പ്രെയർ എവരി മോർണിംഗ്. അപ്പോൾ അവിടെ വി പ്ലൂറലായതുകൊണ്ട് തന്നെ അവിടെ ഡു ആണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരുന്നു? ഡു വി അറ്റൻഡ് പ്രെയർ എവരി മോർണിംഗ്. ഡിയർ ഫ്രണ്ട്സ്, English becomes easy when you practice every day. Do not fear mistakes. Speak one sentence today, speak 2 sentences tomorrow. Soon you will speak English confidently. അപ്പോൾ ഓരോ ദിവസവും ഓരോ സെൻറ്റൻസുകൾ വീതം പഠിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് തുടരാം. Remember, practice makes perfect. If you enjoyed this lesson, like, share and subscribe my channel. Join me tomorrow for day 9 of our 30-day English fluency course. Thank you.